ഇടുക്കിയിൽ നടക്കുന്നത് അപ്രഖ്യാപിത കുടിയിറക്കെന്ന് MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. LDF സർക്കാരിന്റെ നയം മൂലം യുവാക്കൾ നാടുവിടുന്നു. 1.5 മാസത്തിനിടെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി തട്ടിപ്പ് ഉത്തരവുകൾ പുറത്തിറക്കി. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ച LDF സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയും. 5 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. നിർമ്മിതിക്ക് വേണ്ടി പുതിയ ചട്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു ചട്ടം ഉണ്ടാക്കിയില്ല. എന്നിട്ട് ഇന്നലെ മന്ത്രിസഭയുടെ അംഗീകാരം വാങ്ങി എന്ന് പറഞ്ഞ് CV വർഗീസും റോഷി അഗസ്റ്റിനും ഇവിടെ കുട്ടിഘോഷിച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തേണ്ട കാര്യങ്ങളല്ല എന്നുള്ളത് ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. മുഴുവൻ ആളുകൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരാഭ്യാസമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു, ഈ നാടിനെ സ്വർഗമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഈ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം നാട് ഒട്ടുക്കും അലയടിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാടിനോട് കാണിച്ചിട്ടുള്ള കൊടുംചതികളുടെ പേരിൽ ഈ നാട് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്തെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ പോലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഇതപര്യന്തമുള്ള ഈ നാടിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ അപ്രഖ്യാപിത കുടിയിറക്കാണ് ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇടതുപക്ഷ ഗവൺമെന്റാണ് ഉത്തരവാദി. എത്രയോ ചെറുപ്പക്കാർ ഈ നാട് വിട്ടുപോയി. എത്രയോ ആളുകൾ, കാരണവന്മാർ, അവർ മണ്ണ് പൊന്നാക്കി ഈ നാടിനെ സ്വർഗസമാനമാക്കി മാറ്റിയതാണ്. പക്ഷെ ആ മാതാപിതാക്കളെ ഉൾപ്പെടെ ഇന്നത്തെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോവുകയാണ്. ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന പിണറായി വിജയൻ ഈ ഗവൺമെന്റുമാണ്. ഈ നാടിനോട് ചെയ്തിട്ടുള്ള കൊടും വഞ്ചനയും ഈ നാട്ടിന് ഇത്രയും വലിയ ഭൂപ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാക്കി ഇവർ ഈ വിധത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. വന്യമൃഗ ശല്യം എവിടെ എത്തി? എത്രയോ മേഖലകളിലാണ് വന്യമൃഗ ഇത്രയും രൂക്ഷമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? എന്നുവെച്ചാൽ പുതിയ റിസർവ് ഫോറസ്റ്റുകൾ പ്രഖ്യാപിച്ചു. എത്ര റിസർവ് ഫോറസ്റ്റ് ആണ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചത്? ഏറ്റവും അവസാനം സത്രം എയർ സ്ട്രിപ്പിന്റെ പണി തുടങ്ങിയപ്പോൾ അവിടെ വനമല്ലായിരുന്നു. പക്ഷെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വനമാക്കി പ്രഖ്യാപിച്ച ഗവൺമെന്റാണ്. ആ ചുറ്റുപാടിൽ ഇപ്പോ വീട് വെച്ച് താമസിക്കുന്ന ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്ന സർക്കാരിന്റെ പദ്ധതിയിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്ന 100-ലധികം ആളുകൾ വനത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വനഭൂമി പുതിയതായി പ്രഖ്യാപിച്ചു. ഇപ്പൊ വാഗമൺ, കോലാഹലമേട് എന്നിവ